This program is sponsored by Teyundi. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ഹായ്, എവിടെയായിരുന്നു? അറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങള്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 5 വയസ്സ് 6 വയസ്സ് വ്യത്യാസം. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ. നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും. വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഓക്കെ. വിശ്വസിക്കോടാ. പ്ലസ് വൺ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? പക്ഷെ എല്ലാരും പറയുന്നു പ്ലസ് വൺ റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഉത്തരം പറ. അത് കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+ എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. ഭയങ്കരം തന്നെ. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ്. സ്വന്തം അച്ഛനും അമ്മേനും വിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി. അമ്മേനെയും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി. അപ്പോ ഇത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം. അപ്പോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന അവർക്കൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലൊരു തെറ്റൂല എന്നുള്ള എന്റെ വിശ്വാസമാണ്. തോന്നുന്നില്ല. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എന്ത് ഇൻഫ്ലുവൻസ്? അത് അവരെങ്ങനെ കാണുന്നേ ഉള്ളു, അത് അവരെങ്ങനെ എടുക്കും. അത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അല്ല, അമലിനെ എല്ലാവർക്കും അറിയാലോ. പിന്നെ അറിയാമെങ്കിൽ ഇവിടെ കൂടെ ഉള്ളപ്പോഴല്ലേ കാണാൻ ഒരു ഇത് കാണത്തില്ല, അല്ലെങ്കിൽ റീച്ച് വ്യൂസ് കിട്ടത്തില്ല. ഇത്ര ഭയങ്കര എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. ഇപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്കുള്ള കാണാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ കാണത്തുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇടാം, നോക്കാം, ഒറ്റയ്ക്ക് ഒരു വ്ലോഗ് നോക്കാം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഇപ്പൊ പുതിയ അച്ഛനും അമ്മേനും ചേട്ടനൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങളെല്ലാം ഒരേ വൈബാ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. ഏതാ മൂഡ്? നല്ല ചിൽ മൂഡ്. ഷാജി കേട്ടാ, ഇവളെങ്ങ് അരുതബു അരുത്.